മനസ്സിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഒരല്പകാര്യം മുമ്പ് നമ്മളൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ള ഒരല്പകാര്യമാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിറ്റേഷൻ. അതിൻ്റെ ചെറിയ രീതികൾ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ശുദ്ധമായി നല്ലൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുക, നല്ല കാറ്റൊക്കെ കിട്ടുന്നിടത്ത്. ബ്രീത്ത് ഔട്ട്, അതായത് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നൊരു പ്രക്രിയയാണ് ഇവിടെ നമ്മൾ ആദ്യം നടത്തുന്നത്. ഈ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് വരുമ്പോൾ പിന്നീട് പതിയെ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ കിട്ടും, നല്ലൊരു ഏകാഗ്രത കിട്ടും. പിന്നെ വിരലുകൾ വെച്ചുകൊണ്ടുള്ള ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ പല വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ മറ്റൊരു രീതിയാണ്, അത് നല്ല ഇതാണ്. അത് കാണിച്ചു തരുന്നത് കൊണ്ട് എനിക്കാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ശരിക്കും വിഷ്വലൈസേഷൻ നടത്താം നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ആഗ്രഹം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച്, നിങ്ങളുടെ ഒരു വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക. ദിവസം ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കുക സ്വന്തമായി. അതുപോലെ ഡെയിലി രാത്രി എഴുതി വെക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ഞാനിന്ന് നേടി, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു. ഒരു 1 2 3 കാര്യങ്ങൾ എഴുതി വെക്കുക. മുമ്പ് ഡയറി കുറിക്കുന്നതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതുമായി കൂടുതൽ പറയുന്നില്ല. സ്വയം നിരീക്ഷിക്കുക, നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചിന്തിച്ചു. അതുപോലെ ഇടയ്ക്ക് മോശം ചിന്തകൾ വരുമ്പോഴും നമ്മൾ മനസ്സിനോട് ചോദിക്കുക, നമ്മൾ നോക്കുക എന്താണ് നമ്മൾ ചിന്ത വരുന്നത്. ഇപ്പോൾ ആവശ്യമുള്ളതാണോ, ആവശ്യമില്ലാത്ത. അടുത്തൊരു 10 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും നമ്മളൊന്ന് മനസ്സിനെ നമ്മൾ പിടിച്ചു വെക്കുക. അങ്ങനെ ഒന്നാകെ പിടിച്ചു വെക്കാനല്ല, മറിച്ച് ഏത് ഭാഗത്താണ് ആ ചിന്ത പോകുന്നത് എന്ന് നമ്മൾ നോക്കുക. അത് നല്ലതിനാണോ മോശത്തിനാണോ, അല്ലാതെ ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നിങ്ങനെ മാറ്റി മറിച്ച് നമ്മളതിനെ ഫിൽട്ടർ ചെയ്ത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി. ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ ചിന്തിക്കുക നമുക്ക് ആവശ്യമുള്ളത്, അപ്പോൾ അനാവശ്യമായ ചിന്തകൾ ഒഴിവാകും. അതേപോലെ ഒരിടക്കൊന്ന് പിടിച്ചു വെച്ച് എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സ് ചിന്ത. അപ്പോൾ അതിനൊന്ന് മാറ്റിയിട്ട് ഒന്ന് റൂട്ട് തിരിച്ചു വിടാന്ന് പറയില്ല, അങ്ങനെ നമ്മൾ ചെയ്യുക. നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാറുണ്ട്. അതേപോലെ നേരെ തിരിച്ചും സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷ, അതൊക്കെ നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കും. അതായത് ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, സാധാരണ സ്പീഡിൽ നടക്കുക, എന്തെങ്കിലും കാര്യം ചെയ്യാനോ പെട്ടെന്ന് ചെയ്യുക. ഒരു കാര്യം ഒരുപാട് 2 3 കാര്യങ്ങൾ ചെയ്യാതെ ഒറ്റടി ഒരു കാര്യം ചെയ്യുക, ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ചിട്ട് എന്നിട്ട് മറ്റേ കാര്യം ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. അതേപോലെ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നല്ല തലക്ക് ഉയർത്തിയിരിക്കുക, തല ഉയർത്തി നടക്കുക. അതേപോലെ പലപ്പോഴും കാണുമ്പോൾ ചില ആൾ ഇങ്ങനെ കുനിഞ്ഞിട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കും. പക്ഷെ അതൊക്കെ നല്ല കോൺഫിഡൻസോട് കൂടി നിൽക്കാനും നടക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക. സംസാരിക്കാനും മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കാനൊക്കെ ശീലിക്കുക. നല്ലൊരു കോൺഫിഡൻസ് കിട്ടും, മനസ്സിനെയും സ്വാധീനിക്കും അത്.